കുട്ടനെല്ലൂരുള്ള ഹൈലൈറ്റ് മോളിൽ പോയപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇതേ സോസേജ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോസേജ് നമ്മൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അവിടെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ എടുത്ത് ഇത് ഫ്രീസറിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതേ പാക്കറ്റൊക്കെ തുറന്ന് വെള്ളത്തിൽ ഞാൻ കുറച്ച് നേരം ഇട്ട് വെച്ച് പിന്നെ അരിഞ്ഞെടുത്തു കേട്ടോ. തണുവ് വിടുമ്പോഴേക്കും ഞാൻ അരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരിഞ്ഞെടുത്ത് അതിൽ ഉപ്പും മുളക് പൊടിയും ചേർത്തു. ബാക്കി എന്തെങ്കിലും മസാല ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഉപ്പും മുളക് പൊടിയും മാത്രമേ ചേർത്തുള്ളൂ. അങ്ങനെ തിരുമ്പി എടുത്ത് ഇതാ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് വറുത്തെടുക്കുകയാണ് കേട്ടോ. സോസേജ് കുറേ പേർക്ക് ഇഷ്ടമുണ്ടാവും. പല രീതിയിൽ ഇത് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിഞ്ഞെടുത്ത് വറുത്തു എന്ന് മാത്രം. ഇത് അരിയാതെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അങ്ങനെ ഇതാ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് മുരിയിച്ചെടുക്കാം. അങ്ങനെ വേഗം ഞാൻ കോരി എടുത്തു കേട്ടോ. അരിഞ്ഞത് മുഴുവൻ ഞാൻ വറുത്തില്ല, പകുതി എടുത്ത് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് നോക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ തിരുവാണിക്കാവിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇവിടേക്ക് വരണം എന്ന് വെച്ചാൽ ഇറങ്ങിയതല്ല കേട്ടോ. എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ നോക്കട്ടെ എന്ന് വെച്ചപ്പോഴാണ് ബ്ലോക്കിൽ പെട്ട് തിരിഞ്ഞ് ഈ വഴിക്ക് വരേണ്ടി വന്നത് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ എത്തപ്പെട്ടത്. അങ്ങനെ ഇവിടെ നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടു കേട്ടോ. അവരുടെ കൂടെയൊക്കെ പാറുമ്പോൾ അവസാനം ഈ ബലൂണൊക്കെ തട്ടി കളിക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ അടുത്തേക്ക് വന്നു. അതിൽ ഈ മക്കളൊക്കെ ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അവർ വീഡിയോ കാണാറുണ്ടെന്നൊക്കെയാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ അവിടെ നിന്ന് കുറേ നേരം അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. തെയ്യം പോലെയുള്ള പരിപാടികളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാനും പാറുമോളും കൂടി കുറച്ച് നേരം ബലൂണൊക്കെ ഇട്ട് കളിച്ചു കിട്ടാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഐസ്ക്രീം വാങ്ങണമല്ലോ. അങ്ങനെ ഐസ്ക്രീം വാങ്ങാനായിട്ട് നിന്നു. അപ്പോൾ എനിക്ക് കോൺടോപ്പ് മതി എന്ന് പറഞ്ഞു. പാറുമോൾക്ക് പിന്നെ ഗ്രീൻ ആപ്പിളിൻ്റെ എന്തോ ഐസാണ് അവൾ മേടിച്ചത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പാറു ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലർ പറഞ്ഞു പാറുമോളെ ഞാൻ എവിടെ ചെല്ലുമ്പോഴും ഡാൻസ് കളിപ്പിക്കുക എന്നുള്ളത്. അവൾ തന്നെ കളിക്കുന്നതാണ് കേട്ടോ. അത് അവളുടെ ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ തടയാറില്ലെന്ന് മാത്രം. അങ്ങനെ അവളുടെ ഡാൻസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അവിടെ വലിയ തൃക്കാരപ്പന ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് തിരിച്ചു പോന്നു.